ഹലോ ഗൈസ്, എല്ലാവർക്കും ATS കിച്ചണിലേക്ക് സ്വാഗതം. ഇപ്പോൾ 4 ബണ്ണ് വെച്ച് ഞാനൊരു അടിപൊളിയായിട്ടൊരു കേക്ക് ഉണ്ടാക്കാനാണ് ആഗ്രഹിക്കുന്നത്. പെട്ടെന്ന് നമുക്ക് കുട്ടികൾക്ക് തയ്യാറാക്കി കൊടുക്കുവാൻ സാധിക്കുന്ന ഒരു ചെറിയൊരു കേക്കാണ്. അതിനായിട്ട് 4 ബണ്ണ് എടുത്തിട്ടുണ്ട്. അതിൻ്റെ പുറത്തുള്ളതായിട്ടുള്ള ബ്രൗൺ കളറൊക്കെയും നമ്മൾ എടുത്ത് മാറ്റണം. മാറ്റി അത് ദൂരെ കളയേണ്ട, അത് കഴിക്കാം. നമുക്കിപ്പോൾ ആവശ്യമുള്ളത് ഈ വെളുത്ത നിറത്തിലുള്ളതായിട്ടുള്ള ആ ബണ്ണ് മാത്രമാണ്. അതിനെ ചെറിയ ചെറിയ പീസസുകളായിട്ട് എടുക്കുക. ചെറിയ പീസസുകളായിട്ട് എടുക്കുമ്പോൾ അത് നമുക്ക് പെട്ടെന്ന് തന്നെ മിക്സിയിൽ വെച്ച് അതിന് നല്ലതായിട്ട് പൊടിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അതുകൊണ്ട് ചെറിയ പീസസായിട്ട് നമുക്ക് എടുക്കുക. നമുക്കിപ്പോൾ അതിനെ കുറച്ച് ഒരു നല്ല ചെറിയ ജാറിൽ നമുക്ക് ഇട്ട് കൊടുക്കാം. പെട്ടെന്ന് എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കാൻ സാധിക്കുന്നതായിട്ടുള്ള ഒരു അടിപൊളി കേക്കാണ് കേട്ടോ. കൂടുതലായിട്ട് വളരെ വലുതായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഒന്നും തന്നെ ചേർത്തിട്ടില്ല. ചെറിയ രീതിയിൽ പെട്ടെന്ന് വീട്ടിൽ കൊച്ചുമക്കൾക്കും വലിയവർക്കൊക്കെ കഴിക്കാനായിട്ട് പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കാൻ സാധിക്കുന്നു. പെട്ടെന്ന് കടയിൽ ചെന്നൊരു സാധനം വാങ്ങാൻ സാധിക്കാത്ത സാഹചര്യങ്ങൾ വരുമ്പോൾ നമുക്ക് വീട്ടിൽ തന്നെ ഇരിക്കുന്ന സാധനങ്ങൾ വെച്ച് ചെറുതായിട്ടുണ്ടാക്കാൻ പറ്റുന്നതായിട്ടുള്ള ഒരു കേക്കാണ്. ഇപ്പോൾ 4 ബണ്ണ് എടുത്തിട്ടുണ്ട്. അതിനാവശ്യമായിട്ട് 3 മുട്ടയാണ് എടുത്തിട്ടുള്ളത്. അടുത്ത് 1 കപ്പ് പഞ്ചസാര. ഇത്രയും നമ്മളെടുത്ത് മിക്സിയിൽ വെച്ച് നല്ലതായിട്ട് അരച്ചെടുക്കണം. ഇപ്പോൾ 4 ബണ്ണും 3 മുട്ടയും 1 കപ്പ് പഞ്ചസാരയും നമ്മൾ മിക്സിയിൽ വെച്ച് നീറ്റായിട്ട് അരച്ചെടുക്കുക. അതിനുശേഷം നമ്മളൊരു പാത്രത്തിൽ 1/2 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് അതിനെ ചെറുതായിട്ട് ചൂടാക്കണം. ചെറിയ അളവ് തീയിൽ വെച്ച് വേണം നമുക്ക് ചൂടാക്കാനായിട്ടും. എന്നിട്ട് അതിലേക്ക് ആവശ്യമായിട്ട് 1 കപ്പ് അല്ലെങ്കിൽ 1/2 കപ്പ് പഞ്ചസാര നമ്മൾ ഇട്ട് കൊടുക്കണം. എന്താണെന്ന് വെച്ചാൽ ഇതൊരു ചെറിയ ഒരു ലായനി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്, പഞ്ചസാര ലായനി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ്. അത് വന്നിട്ട് നമ്മൾ ഈ കേക്കിലേക്ക് ഒഴിച്ചു കൊടുക്കുമ്പോൾ അതിൻ്റെ ഫ്ലേവർ വന്നിട്ട് വ്യത്യസ്തമായിട്ടിരിക്കും. അതിന് വേണ്ടിയിട്ട് മാത്രമാണ് കേട്ടോ. ശർക്കര ഒഴിക്കുന്നവർക്ക് ശർക്കരയും ഇടാം, പഞ്ചസാര ഉള്ളവർ പഞ്ചസാര. എന്ന് വെച്ചാൽ നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നതായിട്ടുള്ള ഒരു കേക്കാണ് ഞാൻ തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നതും. ഇപ്പോൾ നമുക്ക് അടപ്പുള്ളതായിട്ടുള്ള ഒരു പാത്രം എടുക്കണം. ഇപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത് ഒരു ടിഫിൻ ബോക്സാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് വീട്ടിൽ എന്തെങ്കിലും അടപ്പ് ഉള്ളതായിട്ടുള്ള ഒരു പാത്രം ഉണ്ടായിരുന്നാൽ അതെടുക്കുക. ഇപ്പോൾ ടിഫിൻ ബോക്സിൽ ഞാൻ കുറച്ച് നെയ്യൊക്കെ പുരട്ടിയതിന് ശേഷം അതിലേക്ക് നമ്മൾ ചൂടാക്കി വെച്ചിട്ടുള്ളതായ ആ ലായനി ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ അടിഭാഗത്താണ് ഒഴിച്ചിരിക്കുന്നത്. ഇനി പുറത്ത് വന്നിട്ട് നമ്മളൊരു ലെയർ പോലെ നമ്മൾ അരച്ച് വെച്ചിരിക്കുന്നതായ ബണ്ണും മുട്ടയും പഞ്ചസാരയും അരച്ച് നല്ല മാവ് രൂപത്തിൽ വെച്ചിട്ടുണ്ട്. അതിനെ നമുക്ക് ഈ ടിഫിൻ ബോക്സിലേക്ക് ഒഴിച്ച് മൂടി വയ്ക്കാം. ഇപ്പോൾ ഇതിനെ നമ്മൾ കേക്കാക്കി എടുക്കണം. അതിനായിട്ട് ഒരു ഇഡ്ഡലി പാത്രത്തിൽ നമ്മൾ അതിനകത്തൊരു കുറച്ച് വെള്ളം ഒഴിച്ച് ചൂടാക്കിയതിന് ശേഷം അതിനകത്തൊരു കല്ലോ അല്ലെങ്കിൽ റൗണ്ടിലുള്ള എന്തെങ്കിലും ഒരു സാധനകത്ത് വെച്ച് ഈ ടിഫിൻ ബോക്സ് ഇങ്ങനെ പൊങ്ങി നിൽക്കണം. അതിന് വേണ്ടിയിട്ടാണ് വെച്ച് നമ്മൾ അതിനെ ചൂടാക്കി എടുക്കുക. ഇപ്പോൾ കണ്ടോ, കുത്തി നോക്കണം കേട്ടോ. എന്താണെന്ന് വെച്ചാൽ അത് വെന്തിട്ടുണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ്. കുത്തി നോക്കുമ്പോൾ ഇപ്പോൾ നല്ല വെന്തിട്ടുണ്ട്. നമുക്കതിനെ തട്ടിയെടുക്കാം. നെയ്യ് പുരട്ടുന്നത് എന്തെന്ന് വെച്ചാൽ നമ്മളിങ്ങനെ ചൂടോടെ തട്ടിയെടുക്കുമ്പോൾ അത് സെറ്റായിട്ട് വരാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ നമ്മൾ ഒഴിച്ചതായ ആ പഞ്ചസാര ലായനിയാണ് ബ്രൗൺ കളറിലിരിക്കുന്നത്. ഇതിപ്പോൾ ഉൾഭാഗം പുറത്ത് എടുത്ത് നമ്മളിപ്പോൾ ഒരു അടിപൊളിയായിട്ടൊരു കേക്ക് നമ്മൾ പെട്ടെന്ന് കുഞ്ഞുങ്ങൾക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് തയ്യാറാക്കിയിട്ടുള്ളതാണ്. 4 മണിക്ക് കഴിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കേക്കാണ് തയ്യാറാക്കിയിരിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഓക്കെ, ബൈ ബൈ, താങ്ക് യു.